കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാത അടച്ചിരിക്കുന്നു. 200-ലധികം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ ഗതാഗത തടസ്സം ഇപ്പോഴും തുടരുകയാണ്. പി ബസന്ത് വിവരങ്ങൾ നൽകും. ബസന്ത്, കനത്ത മഞ്ഞുവീഴ്ചയാണ്. കഴിഞ്ഞ ദിവസം മുതൽ ഇന്നലെ മുതൽ ആ ദൃശ്യങ്ങൾ അവിടെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഗതാഗത തടസ്സത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക? എങ്ങനെയാണ്? എത്ര നേരം ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ തന്നെ തുടരും? എത്ര നാളുകൾ? ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ഹിമാചലിലും ജമ്മു കാശ്മീരിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഞ്ഞ് വീഴ്ചയാണ്. അതോടുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കും ഈ മേഖലയിലേക്കുണ്ടായിരുന്നു, മഞ്ഞ് കാണുന്നതിനും മറ്റുമായിട്ട്. പക്ഷെ ഇപ്പോൾ വലിയ തോതിലുള്ള മഞ്ഞ് വീഴ്ച കാരണം ഗതാഗത സ്തംഭനമാണ് പല മണാലിയിലും അതോടൊപ്പം തന്നെ ബനിഹാൽ, നാഷ്രി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ. ജമ്മു കാശ്മീരിലെ ദേശീയപാത, അതായത് കാശ്മീരിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അത് തുറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത മഞ്ഞുവീഴ്ച കാരണം പലയിടത്തും വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മണാലിയിലും ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ ഗതാഗത സമരമാണ്, അതിപ്പോഴും തുടരുന്നു എന്നാണ് റിപ്പോർട്ട്. ബസന്ത്, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിമനോഹരമാണ്. ഒരുപക്ഷെ ഇവിടെ നമുക്ക് കാണുമ്പോൾ അവിടെ ഒന്ന് പോയാലോ, എന്ത് മനോഹരമാണെന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല, അല്ലേ? തീർച്ചയായും വലിയ തോതിൽ വിനോദസഞ്ചാരികളെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. പല വഴിയരികളിലൊക്കെ തന്നെയുള്ള മുസ്ലിം പള്ളികളിലും മറ്റും ഒക്കെ ഇപ്പോൾ വിനോദസഞ്ചാരികൾ രക്ഷ തേടിയിരിക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള വാർത്തകളുമൊക്കെ അവിടെ ഉള്ള തദ്ദേശവാസികൾ തന്നെ വിനോദസഞ്ചാരികളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യം, പള്ളികളിലേക്ക് പലരും കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഹോട്ടലുകളിലൊക്കെ തന്നെ അവരിറങ്ങി റോഡിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലൊരു ഗതാഗത തടസ്സം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തൽക്കാലം ഒരു 24 മണിക്കൂർ കൂടി എടുക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന.